നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇന്ന് ലോകത്തെവിടെയും തന്നെ പീഡനം, അവകാശലംഘനം എന്നത് ഒരു നിത്യ സംഭവമാണ്. ഇത്തരം ഒരു സംഭവം നടന്നാൽ പെട്ടെന്നുള്ള മാനസികാവസ്ഥയിൽ നാം തളർന്നു പോയേക്കാം. അതിനെതിരെ ഉടൻ എങ്ങനെ പരാതി കൊടുക്കണമെന്ന് പലർക്കും അറിയാത്തത് കൊണ്ടും പരാതി കൊടുക്കാൻ താമസം നേരിട്ടാലും പ്രതികൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഇടയാക്കും. അതിന് ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയാണ് വേണ്ടത്. കേസ് എടുക്കുന്നില്ലെങ്കിൽ, പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് പരാതി നൽകാവുന്നതാണ്. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ SC/ST ട്രൈബൽ കമ്മീഷൻ എന്നീ ബന്ധപ്പെട്ട കമ്മീഷന് സൗകര്യപൂർവ്വം പരാതി നൽകാവുന്നതാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞു വെക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇവിടെ സംസാരിക്കാൻ ഞാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ അവസാന ഭാഗം വരെ കാണുക. മനുഷ്യാവകാശ കമ്മീഷന് എങ്ങനെ പരാതി നൽകാം എന്നും കമ്മീഷന് പരാതി നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെല്ലാമെന്നും നമുക്ക് നോക്കാം. ഒരാളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ഉറപ്പ് ആയി വിശ്വസിക്കുകയാണെങ്കിൽ അയാൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി നേരിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റ് ആയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ ഇമെയിൽ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ പോർട്ടൽ വഴിയൊക്കെ കൊടുക്കാവുന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് പോർട്ടൽ വഴി കൊടുക്കുന്നതാണെങ്കിൽ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ പോയി വിവരങ്ങൾ പൂരിപ്പിച്ച് നമുക്ക് അയക്കാൻ പറ്റും. അതിൽ നിന്നും ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എത്രയാണെന്ന് നമുക്ക് ദിവസേന എന്നോളം പരിശോധിക്കാവുന്നതാണ്. ഇപ്പം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ ഡൽഹിയിലായിരിക്കും. അപ്പോൾ അത് ഡൽഹിയിലുള്ള അഡ്രസ്സ് എന്ന് വെച്ചാൽ ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മാനവ് അധികാർ ഭവൻ, ബ്ലോക്ക് C, GPO കോംപ്ലക്സ്, INA, ന്യൂഡൽഹി. അതായത് ഇപ്പോൾ അതൊക്കെ ഓൺലൈനുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഓൺലൈനിൽ കിട്ടുന്നതാണ്. എങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ SHRC സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കും. ഞങ്ങളുടെ ചെയർമാൻ SHRC ടർബോ പ്ലസ് കോംപ്ലക്സ് ടവർ, PMG ജംഗ്ഷൻ, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. ഇമെയിൽ, അതുപോലെ ഇമെയിൽ അയക്കാം. ഇമെയിൽ എന്ന് വെച്ചാൽ KSHRC@kerala.gov.in എന്നുള്ളത്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികൾക്കും എല്ലാം അപേക്ഷിക്കാം. എന്നാൽ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാർക്കും പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പരാതിയിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ദേശീയ കമ്മീഷന് കത്ത് ഇംഗ്ലീഷിലായിരിക്കണം. കാരണം ഡൽഹിയിലുള്ളവർക്ക് ഭാഷ ഒരു പ്രശ്നമായിക്കൂടാ. സംസ്ഥാന കമ്മീഷന് മാതൃഭാഷയിൽ കൊടുക്കാം. വിശദമായ വിവരങ്ങൾ, സംഭവങ്ങൾ നടന്ന തീയതി, സ്ഥലം, ഉൾപ്പെട്ട വ്യക്തികളുടെ പേര്, സാക്ഷികൾ, പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വ്യക്തമാക്കിയിരിക്കണം. പരാതിക്കാരൻ്റെ പേര്, അതുപോലെ തന്നെ ആർക്കെതിരെയാണ് പരാതി, ഫോട്ടോസ്, പത്ര റിപ്പോർട്ടുകൾ, മെഡിക്കൽ തെളിവുകൾ, മറ്റ് സപ്പോർട്ടിംഗ് എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പൊതുവായിട്ടുള്ള ഒരു പരാതി എന്തെന്നാൽ പോലീസ് അതിക്രമം, കസ്റ്റഡി പീഡനം, മരണം, സ്ത്രീ പീഡനം, ബാലപീഡനം എന്നിവയൊക്കെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യാവകാശ ലംഘനം നടന്ന 1 വർഷത്തിനുള്ളിൽ പരാതി നൽകിയിരിക്കണം. എന്നാൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക പീഡനങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഉൾപ്പെട്ട കേസുള്ള സംഭവം നടന്ന് 3 മാസത്തിനുള്ളിൽ പരാതി നൽകിയിരിക്കണം എന്നാണ് വ്യവസ്ഥ. തുടർച്ചയായുള്ള ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ പീഡനം തുടർന്നിട്ടുണ്ടെങ്കിൽ അവസാനം നടന്ന തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ പരാതി കമ്മീഷന് കൊടുത്തിരിക്കണം. കോടതി നിലവിൽ ഇതേ കേസ് ഉണ്ടെങ്കിൽ ഇപ്പം കോടതിയിൽ ആ കേസ്, ഇത്തരം കേസുകൾ കോടതിയിൽ കൊടുക്കാമല്ലോ. അപ്പോൾ കോടതിയിൽ കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു കേസ് കമ്മീഷൻ സ്വീകരിക്കുന്നതല്ല എന്നത് പ്രത്യേകം ഓർമ്മ വേണം. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ എന്നാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് അർത്ഥമാക്കുന്നതെങ്കിലും 14 വയസ്സ് വരെ വിദ്യാഭ്യാസ അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉള്ളതിനാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ബാലവേല, അതായത് ജോലി ചെയ്യാൻ അനുവദനീയമല്ല. അതിനെതിരെ കേസ് കൊടുക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇനി എല്ലാ വിഭാഗത്തിലും പൊതുവായുള്ള പരാതി മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കാമെന്ന് വെച്ചാൽ പോലീസ് അതിക്രമം, കസ്റ്റഡി പീഡനം, മരണം, സ്ത്രീ പീഡനം, ബാലപീഡനം, മറ്റെന്തെങ്കിലും അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനം, ആരോഗ്യം, വിദ്യാഭ്യാസം, താമസം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്.
പിന്നെ കുട്ടികളുടെ ബന്ധപ്പെട്ട പരാതി നൽകുന്ന പ്രധാന സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അതിനു മുമ്പേ ഒരു പ്രധാന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ന്യായമായും ഉണ്ടാകുന്ന ഒരു സംശയം ഞാനിവിടെ പറയാം. കുട്ടികൾക്ക് മാത്രമായി സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷൻ ഉള്ളപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് ന്യായമായ ഒരു സംശയമാണ്. അപ്പോൾ അത് കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങൾ ആണെങ്കിൽ ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കാം. ഇനി നിയമലംഘനമോ മറ്റോ പോലീസ് മൂലം എന്തെങ്കിലും ലീഗലായിട്ടുള്ള അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്തരം കേസ് കമ്മീഷന് പരാതി കൊടുക്കാം. രണ്ട് കമ്മീഷനും അതിൻ്റെതായ ചുമതലയും ഉത്തരവാദിത്വവും ഉണ്ട്. എന്നാൽ പരിധി അവരുടെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് കുട്ടികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ബാലാവകാശ കമ്മീഷന്റെ പ്രധാന ദൗത്യം. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരുടെയും അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ദൗത്യം. അപ്പോൾ ഉദാഹരണം, ബാലാവകാശ കമ്മീഷന് കൊടുക്കേണ്ട പരാതി ഏതാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ സ്കൂൾ പ്രവേശനം നിഷേധിച്ചാൽ, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ, ബാലവിവാഹം, അനാഥാലയത്തിലുണ്ടാകുന്ന ക്രൂരതകൾ, ഭക്ഷണം, വസ്ത്രം മുതലായ അടിസ്ഥാന അവകാശങ്ങൾ സംബന്ധിച്ച് ഉള്ളവയെല്ലാം അതൊക്കെ നൽകാതിരിക്കുക, ബാലവേല, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക നിർബന്ധിച്ച് എന്നിങ്ങനെയുള്ള കേസുകളൊക്കെ ബാലാവകാശ കമ്മീഷന് കൊടുക്കാവുന്നതാണ്. ഇനി ബാലാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഒരേ സമയം കേസ് കൊടുത്താലും അവ സ്വീകരിക്കുന്നതാണ്. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനിലെ പരാതി എന്താണെന്നാൽ, കുട്ടിയെ അനുമതിയില്ലാതെ തടങ്കിൽ വയ്ക്കുക, നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുക, തടങ്കിൽ വയ്ക്കുക, ജയിലിലോ പോലീസ് കസ്റ്റഡിയിലോ വെച്ച് പീഡിപ്പിക്കുക, ചൈൽഡ് കെയർ സെന്ററുകളിൽ വെച്ചുള്ള പീഡനമൊക്കെ ഉണ്ടാവില്ല, അതും. അപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കുട്ടിയുടെ അവകാശം ലംഘിച്ചാൽ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുക, സ്കൂൾ പ്രവേശനം നിഷേധിക്കുക, ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും ക്രൂരത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പരാതി നൽകാവുന്നതാണ്. ഉദാഹരണം, ഒരു 16 വയസ്സുള്ള കുട്ടിയെ പോലീസ് അനാവശ്യമായി കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച് സ്കൂൾ പഠനം തടസ്സപ്പെട്ടു എന്ന് വെക്കുക. അപ്പോൾ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള കേസുകളും മനുഷ്യാവകാശ കമ്മീഷന് പരാതിയായി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മുതിർന്നവരുടെ ഇടപെടൽ ആവശ്യമാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരം രക്ഷിതാക്കളോ അധ്യാപകരോ പൊതുപ്രവർത്തകരോ സാധാരണ പൗരന്മാർക്കോ എന്ന് വേണ്ട ആർക്കും കുട്ടികൾക്ക് വേണ്ടി പരാതി നൽകാവുന്നതാണ്. അപ്പോൾ ഏവർക്കും ആവശ്യമുള്ള വളരെ പ്രയോജനമുള്ള ഒരു വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അറിവ് പകർന്ന് പരസ്പരം സഹായിക്കുക. എൻ്റെ സഹായം ആവശ്യമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ ഉൾപ്പെടെ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ സഹായമായി ലഭിക്കും, ഒരു സഹായം കിട്ടും എന്നെ വിളിച്ചാൽ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.